ഭക്ഷണ ശേഷം നാം ശ്രദ്ധിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഫുഖഹാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അറുസ് അഥവാ അരി ഭക്ഷണം, അത് അരി കൊണ്ടുണ്ടാക്കുന്ന ഏത് ഭക്ഷണം കഴിച്ചാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ, സലാം ചൊല്ലൽ, ഇത് സുന്നത്തുണ്ട്, പ്രത്യേകമായും സുന്നത്തുണ്ട് എന്നതാണ്. അപ്പോൾ അരി ഭക്ഷണം കഴിച്ചാലും അരി കൊണ്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികവും അങ്ങനെയാണ് കഴിക്കുന്നത്. അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമായി ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് കഴിക്കുന്ന അവസരത്തിൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ലിഅന്നഹു ഖുലിക മിൻ നൂരിഹി ബിലാ വാസിതത്തിൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. കാരണം വകുല്ലു മാ നബത മിനൽ അർളി ഫീഹി ദാഉൻ വദവാ, ഭൂമി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച, പടച്ചു വെച്ച നമുക്ക് കഴിക്കാനുള്ള എല്ലാത്തിലും ദാഉം ദവാഉം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ആരോഗ്യമുണ്ട്, രോഗവുമുണ്ട്. എന്നാൽ ഇല്ലൽ അറുസ, അറുസ് ഒഴികെ, അരിഭക്ഷണം ഒഴികെ, ഫഇന്ന ഫീഹി ദവാഅൻ വലാ ദാഅ ഫീഹി, അതിൽ ശമനം മാത്രമാണുള്ളത്, രോഗമില്ല. നമുക്ക് സംശയം ഉണ്ടാവും, ചില രോഗികളോടൊക്കെ പറയുമല്ലോ അല്ലേ, അരിഭക്ഷണം കുറക്കണമെന്നാണല്ലോ പറയുന്നത് അല്ലേ. ഷുഗറൊക്കെ ഉള്ള ആളുകളോട് പറയും അരിഭക്ഷണം കുറക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ പിന്നെ അതിൽ ദാഇല്ല, ദവാ ആണ് എന്ന് പറഞ്ഞത് എന്താ? അത് നമ്മൾ ഓവർ കഴിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓവറായി കഴിച്ചാൽ എല്ലാം വിഷമായി മാറും. അപ്പോ ഏത് അരിഭക്ഷണം കഴിക്കുന്ന അവസരത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആലിന്റെയും പേരിൽ സ്വലാത്തും സലാമും ചൊല്ലൽ പ്രത്യേകം സുന്നത്തായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സുന്നത്ത് വയുസന്നുലിൽ ആക്കിലി എന്ന് പറഞ്ഞ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട്. ഓതണം സൂറത്തുൽ ഇഖ്ലാസ് ഖുറൈശ്, സൂറത്തുൽ ഇഖ്ലാസ് ഖുറൈശ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതുപോലെ ലീലാഫി ഖുറൈശ്, ഈ രണ്ട് സൂറത്തും ഭക്ഷണം കഴിച്ചതിന് ശേഷം പാരായണം ചെയ്യൽ പ്രത്യേക സുന്നത്തുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും രണ്ട് ചെറിയ സൂറത്താണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇതേ വിഷയം തന്നെ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലും പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ കാണാം എന്തുകൊണ്ടാണ് ഇത് ഓതണം എന്ന് പറഞ്ഞത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നതിൽ ഫലി ഉസൂലിൽ ബറക്കത്തി, ബറക്കത്ത് അവനെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ ഇതെല്ലാം നല്ല കാര്യങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് എത്തും. രണ്ടാമത് പറഞ്ഞു ദാരിദ്ര്യം അവനിൽ നിന്ന് ഇല്ലാതെയാകുന്നതിന് വേണ്ടിയാണ്. അതാണ് നമ്മൾ ദാരിദ്ര്യം ഇല്ലാതാകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് ഒരു ശുക്ർ എന്ന നിലയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുക. അതുപോലെ ലീലാഫി ഖുറൈശ് പാരായണം ചെയ്യുക, ചെറിയ സൂറത്താണ്. ലീലാഫി ഖുറൈശ് പാരായണം ചെയ്യുമ്പോൾ എന്താണ് നേട്ടമുള്ളത് കാണാം. അൽ അമാനു മിനൽ ഖൗഫ്, ഒരു പേടിയും നമുക്കുണ്ടാവില്ല. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഡിഫക്റ്റുകൾ, ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രത്യാഘാതങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ലീലാഫി ഖുറൈശ് ഓതുന്നതിലൂടെ ഇല്ലാതെയായി. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോതേണ്ട രണ്ട് സൂറത്താണ്. മറ്റൊന്ന് വൽ ഇൽഫ, ഭക്ഷണം കഴിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കുക, ആ വീട്ടിൽ ഒരു ഇൽഫത്ത് ഉണ്ടാകും, ഒരു ഇണക്കം ഉണ്ടാകും എന്നതാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരിഭക്ഷണമാണെങ്കിൽ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ ഭക്ഷണം, ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ലീലാഫി ഖുറൈശ് സൂറത്തും പാരായണം ചെയ്യും. ഇത് പതിവാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഇതിന്റെ മിഥ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. ഉടച്ചോനെ, ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാൻ. ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഇന്നത്തെ ദിവസം സുബ്ഹ് ജമാഅത്തിലൂടെ എത്തി ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ സലാമത്ത് നൽകണേ അല്ലാഹ്.
നല്ല റാഹത്ത് നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലികൾ, ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളിലെ രോഗികൾക്ക് ആജിലായ ശിഫാവ് നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ട്, വീട്ടാനുള്ള വഴി കാണിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وآله وصحبه. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.